എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിധു ഹരിദാസ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ഇമ്മ്യൂണിറ്റി നമുക്കുണ്ടോ. ഇന്നത്തെ ഒരു അവസ്ഥ 2-3 ദിവസമായിട്ടുള്ള മഴ, എല്ലാ രീതിയിലും പകർച്ചവ്യാധികൾ ഉണ്ടാവുന്ന സമയം. നമ്മളിപ്പോ കൊറോണ അവിടെ ഇവിടെ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ കൊറോണ വന്നിരുന്ന സമയത്താണ് നമ്മൾ എല്ലാവരും പേടിച്ചിരുന്ന ഒരു കാര്യം, ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് സത്യം പറഞ്ഞ കൊറോണ വന്ന സമയത്തായിരുന്നു, അല്ലെ? അപ്പൊ ഈ ഈ ഈ ഒരു കൊറോണയുടെ പ്രശ്നം കൊണ്ടിട്ടാണോ നമുക്ക് എല്ലാവർക്കും അസുഖം വന്നത്? പല ആൾക്കാർക്കും നമുക്കറിയാം, ഒരു കുടുംബത്തിൽ ഉണ്ടായിരുന്ന പല വ്യക്തികളിൽ ചില ആൾക്കാർക്ക് കൊറോണ വന്നില്ല, ഒരു വീട്ടിൽ നിന്നിട്ട് പോലും അവർക്ക് അസുഖങ്ങൾ വന്നില്ല. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ പനി, ജലദോഷം അല്ലെങ്കിൽ എന്തെങ്കിലും വൈറൽ ഫീവേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും വരില്ല, ചില ആൾക്കാർക്ക് മാത്രം വരും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അത് കൊറോണയുടെയോ വൈറസിന്റെയോ അല്ലെങ്കിൽ പകർച്ചവ്യാധി ഇതിന്റെ പ്രശ്നങ്ങളല്ല. നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവുന്ന ഇമ്മ്യൂണിറ്റി കുറവാണ് ഈ ഇങ്ങനെയുള്ള അസുഖങ്ങളെ പെട്ടെന്ന് നമ്മൾ എന്താ പറയാ പിടിച്ചെടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ആരോഗ്യം എത്രത്തോളം സ്ട്രോങ് ആണ്, എത്രത്തോളം നമ്മൾ അതിനകത്ത് ഇമ്മ്യൂൺഡ് ആണെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചെക്ക് ചെയ്യണം. നമുക്കറിയാം, ഇപ്പൊ സ്കൂൾ തുറക്കുന്ന സീസണാണ്. എല്ലാവരും ഇപ്പൊ ഈ ഒരു സാധാരണ ജൂൺ 1-ാം തീയതിയാണ് മഴ സ്റ്റാർട്ട് ചെയ്യാറ്. സ്കൂള് ഇപ്പൊ നമുക്ക് വേനൽ മഴ എന്ന് പറയുന്നത് പോയിട്ട് നേരത്തെയായി. നമ്മുടെ എല്ലാ മഴയും ഇപ്പൊ കാലവർഷം നേരത്തെ തുടങ്ങാം. മെയ് 15 ആകുമ്പോൾ തന്നെ കാലവർഷം തുടങ്ങാണ്. അപ്പം മുതൽ കുട്ടികൾ ഇപ്പൊ ഓരോ സ്കൂൾ തുറക്കുമ്പോൾ തന്നെ അസുഖങ്ങളിലേക്ക് പോവാണ്. അപ്പൊ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോണത് എങ്ങനെ നമുക്ക് ഈ സമയത്ത് ഇതിനെ എങ്ങനെ പ്രതിരോധിച്ച് നിർത്താം, എങ്ങനെ നമ്മുടെ അസുഖങ്ങൾ ഈ വൈറൽ ഫീവറിനോട് ഒപ്പം ഓരോ സീസൺ വരുമ്പോഴും അസുഖങ്ങളിലേക്ക് പോവാണ്ട് എങ്ങനെ ഒരു ആരോഗ്യമുള്ള ശരീരത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാം, എങ്ങനെ നമുക്ക് ഇമ്മ്യൂണിറ്റി നിലനിർത്താം എന്നുള്ള കുറച്ച് ടിപ്സുകളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതിനകത്ത് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന 2-3 പ്രോഡക്റ്റുകളാണ്. ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കവചപ്രാശം എന്നുള്ള പേരിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കവചപ്രാശം എന്നുള്ള പേരിൽ തന്നെ നമുക്കറിയാം, കവചം എന്ന് വെച്ച ഒരു ഷീൽഡാണ്, പ്രാശം എന്ന് പറയുന്ന ഭക്ഷണം എന്നാണ്. അപ്പൊ നമുക്ക് ഒരു രോഗത്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു ഭക്ഷണമാണ്. ആഹാരം നമ്മൾ രോഗം വരുമ്പോൾ മാത്രമല്ലല്ലോ കഴിക്കുന്നത്, ആഹാരം നമ്മൾ എന്നും കഴിക്കുന്നതാണ്, അല്ലെ? അതേപോലെ എന്നും കഴിക്കാവുന്നത്, ഏത് സീസണിലും കഴിക്കാവുന്നത്, 365 ദിവസം കഴിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ കവചപ്രാശം എന്ന് പറയുന്നത്. അപ്പൊ അത് പ്രാശമാണ്, അതൊരു ഭക്ഷണമാണ്. ആ ഭക്ഷണം സ്ഥിരം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി കൂട്ടുമ്പോഴും നമുക്ക് പല രോഗങ്ങളെ ഒരു ഷീൽഡായിട്ട് നിന്നുകൊണ്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് ഈ ഒരു കോമ്പിനേഷൻ ഓഫ് ഹെർബ്സ് ചെയ്യണത്. അപ്പൊ ഇവിടെ നമുക്ക് ദിവസവും സേവിക്കാവുന്ന ഈ കവചപ്രാശം ഒരു രസായനത്തിന്റെ ഫോമിലാണ് ചെയ്തേക്കുന്നത്. അതായത് മുഴുവൻ കോശങ്ങളിലേക്കും വേണ്ട ന്യൂട്രിയൻസ് ആണ് ഈ രസായനം നമുക്ക് വേണ്ടി ചെയ്യണത്. എല്ലാ കോശങ്ങളിലേക്കുള്ള ന്യൂട്രിയൻസും ഇത് ഹെൽപ്പ് ചെയ്യണം. നമുക്കറിയാം, രസായന ചികിത്സയിൽ കൂടെ നമുക്ക് വാർദ്ധക്യം നീട്ടിക്കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നതാണ്. ഫിസിക്കലിയും മെന്റലിയും നമ്മളെ ഫിറ്റ് ആക്കാനായിട്ട് നമുക്ക് രസായന ചികിത്സകൾ ഉണ്ട്. അപ്പൊ ആരോഗ്യമുള്ളവന്റെ ഒരു ആരോഗ്യ പരിപാലനവും ആണ് ആയുർവേദം മെയിൻ ആയിട്ട് പറയുന്നത്. അതിന്റെ കൂടെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യണതും ഒരു ആയുർവേദം സ്ഥിരമായിട്ട് ഒരു ദിനചര്യ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഇമ്മ്യൂണിറ്റിയും വളരെ ഹൈ ആയിട്ട് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതാണ് ഇന്നത്തെ ആദ്യത്തെ പ്രോഡക്റ്റ്. സെക്കൻഡ്, ഇപ്പൊ നമുക്ക് ഇമ്മ്യൂണിറ്റി കുറഞ്ഞു. അപ്പൊ നമുക്ക് വരുന്നത് അടുത്ത പ്രശ്നം എന്താ? നമുക്ക് വരുന്നത് ഒരു പനി, ചുമ, ഇങ്ങനത്തെ ഇഷ്യൂസ് ആണ് നമ്മളെ പെട്ടെന്ന് അലട്ടണേ. ഒന്ന് ബൈക്കിൽ പുറത്തേക്ക് പോയി, മഴ വന്നു, റെയിൻകോട്ട് എടുക്കാൻ മറന്നുപോയി, ഒരു ചാറ്റിൽ മഴ കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് വരുന്നു തലവേദന തുടങ്ങി, അല്ലെങ്കിൽ മൂക്കൊലിപ്പ് തുടങ്ങി, നമുക്ക് അല്ലെങ്കിൽ പനി വരുന്നു, അല്ലെങ്കിൽ ചുമ വരുന്നു, ഇങ്ങനത്തെ ഇഷ്യൂസിലേക്ക് നമുക്ക് കടക്കുന്നു. അപ്പൊ നമുക്ക് ആദ്യം പനി കണക്ട് ചെയ്തിട്ട് എങ്ങനെ, ഇപ്പൊ ഒരു മഴ നനഞ്ഞു, അല്ലെങ്കിൽ നമുക്കൊരു ക്ലൈമറ്റ് മാറി, ഭയങ്കര തണുപ്പ് സമയം, നമുക്ക് ശരീരം അത്ര അങ്ങോട്ട് അതായിട്ട് കംഫർട്ടബിൾ ആയിട്ട് പോണില്ല, പ്രിക്കോഷൻ ആയിട്ട് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് ഒരു പ്രോഡക്റ്റ് ബിലോ 37. അത് പനി വന്നു കഴിഞ്ഞും കഴിക്കാം,
പനി വരാനുള്ളൊരു സാഹചര്യം, ഇപ്പൊ ക്ലൈമറ്റ് മാറുക, ഞാനിപ്പോ സിംല പോലത്തെ ഒരു ഭയങ്കര തണുപ്പുള്ള സ്ഥലത്തേക്ക് പോവാ, അല്ലെങ്കിൽ ഞാൻ ബാംഗ്ലൂർ പോലത്തെ സ്ഥലത്തേക്ക്, ഈ ചൂടിന്ന് പെട്ടെന്ന് ഒരു തണുപ്പ് സ്ഥലത്തേക്ക് ഞാൻ ഒരു വിന്റർ സീസണിൽ പോവാ, എനിക്ക് പ്രിക്കോഷനായിട്ട് ഇത് ആദ്യമേ എടുക്കാം. അപ്പൊ എന്റെ ശരീരത്തിന് ഇങ്ങനെയുള്ള പ്രശ്നത്തിലേക്ക് പോവാണ്ടിരിക്കാൻ സപ്പോർട്ട് ചെയ്യണമെന്നാണ് Below 37. ഇഷ്ടംപോലെ ഡ്രഗ്സ് മാർക്കറ്റിലുണ്ട് പനിക്കുള്ളത്, ഇഷ്ടംപോലെ സൈഡ് ഇഫക്ട്സും അതിനുണ്ട്. പണ്ട് നമ്മുടെ അമ്മൂമ്മമാര് പനി വന്ന നമ്മുടെ മുറ്റത്തുനിന്ന് കുറച്ച് സംഭവങ്ങൾ എടുത്ത് ചതച്ചിട്ട് ഒരു വെള്ളം തന്ന് നല്ലൊരു ചുക്ക് കാപ്പി പോലെ തന്ന 2 തവണ കുടിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ട് വേർത്ത് നമ്മൾ അങ്ങോട്ട് വല്ലാണ്ടായി, നമുക്ക് ചിലപ്പോ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും നമ്മുടെ പനി മാറും. അങ്ങനത്തെ സിമ്പിൾ ടിപ്സ് ഉണ്ടായിരുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. പക്ഷെ അതൊക്കെ നമ്മുടെ കൈവിട്ടു പോയി. അപ്പൊ ഇവിടെ നമുക്ക് ഉണ്ടാവുന്ന പല മരുന്നുകളും നമുക്ക് സൈഡ് എഫക്റ്റ് പോലത്തെ ലിവറിനെ എഫക്ട് ചെയ്യണതോ, ബോഡി വീക്കൻ ചെയ്യാം. പനിക്ക് മരുന്ന് കഴിച്ചാൽ പിന്നെ ഒരാഴ്ച കിടപ്പ, ബോഡി ഭയങ്കര വീക്ക് ആവുക, അല്ലെങ്കിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി കളയും, പിന്നെയും നമുക്ക് എപ്പോഴും അസുഖം വരുന്ന ഒരു പ്രകൃതത്തിലേക്ക് നമ്മൾ പോകും. അപ്പൊ ഇവിടെ നമ്മൾ 100% നാച്ചുറൽ കോമ്പിനേഷൻസ് ഓഫ് ഹെർബ്സിനെയാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് പനിക്ക് ടെമ്പറേച്ചറിനും വേണ്ടിയിട്ട്. അതിന്റെ പേരാണ് Below 37. 37 ഡിഗ്രി സെൽഷ്യസിന്റെ താഴെയാണ് നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ നമുക്ക് വേണ്ടത്. കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഇത് കൊടുക്കാം. അവര് ക്യാപ്സ്യൂളായിട്ട് കഴിച്ചില്ലെങ്കിൽ അത് തുറന്നിട്ട് അതിന്റെ കിരിയാത്തുള്ളായിരുന്ന കയപ്പുണ്ടാവും, അപ്പൊ അത് നമുക്ക് എന്താണ് തേനിൽ ചാലിച്ച് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇതാണ് Below 37 എന്ന് പറയുന്ന ഇമ്മ്യൂണിറ്റി കുറയണ നമ്മൾക്ക് പനി വന്നാൽ ഉപയോഗിക്കാവുന്നത്, അല്ലെങ്കിൽ പനി വരാൻ തുടങ്ങുമ്പോൾ ഉപയോഗിക്കേണ്ടതാണ് Below 37. അപ്പൊ ഇതുപോലും ഉപയോഗിക്കേണ്ട കണ്ടീഷനിലേക്ക് വരാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ കവചപ്രാശം കറക്റ്റായിട്ട് കഴിച്ചുകൊണ്ടിരുന്നാൽ ഇതും കൂടെ കഴിക്കേണ്ടി വരില്ല. ഇനി ചുമ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോഴത്തെ കാലത്ത് ചുമ വന്നാൽ നിക്കാൻ ഭയങ്കര പാടാ. എല്ലാരും പറയാറുണ്ട് രാത്രി ഉറങ്ങാൻ കിടന്ന് കണ്ണടച്ചു തുടങ്ങുമ്പോഴത്തേക്കും ചുമ തുടങ്ങും, രാവിലെ വരെ ഉറങ്ങാൻ പറ്റില്ല. ചുമ തുടങ്ങിയാൽ ഇപ്പോഴത്തെ ചുമകൾ മുഴുവനും വല്ലാത്ത രീതിയിൽ നമ്മളെ ഒലച്ചു കളയണ, അല്ലെങ്കിൽ നമുക്ക് തീരെ അവശല നിലയിലേക്ക് എത്തിക്കണ രീതിയിലുള്ള ചുമകളാണ് നമുക്കിപ്പോ വരുന്നത്. ഓരോ സമയം കഴിയുമ്പോഴും അതിന്റെ ഇന്റൻസിറ്റി കൂടി വരും ഓരോ സീസണിലും. അപ്പൊ ഇവിടെ അലർജിക് ടൈപ്പ് ഓഫ് ചുമകൾക്കും ചെസ്റ്റ് ഇൻഫെക്ഷൻ മൂലം വരുന്ന ചുമകൾക്കുമായിട്ട് കഫ് നിൽ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്. കഫ് നിൽ എന്നുള്ള പേര് തന്നെ ഉണ്ട്. ചുമ ഇല്ലാണ്ടിരിക്കാം, കഫം ഇല്ലാണ്ടിരിക്കാം, ഏത് രീതിയിലും നമുക്കിത് എടുക്കാം. അതാണ് കഫ് നിൽ എന്ന് പറയുന്നത്. അലർജിക് ടൈപ്പ് ഓഫ് ചുമ വരണേനും ഇത് ഭയങ്കര നല്ലതാണ്. ഈ അലർജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനും നമുക്ക് പുറത്തുള്ള ഒരു വസ്തുവായിട്ട് ഒരു കണക്റ്റഡ് ആവാണ്ട് വരുമ്പോഴാണ് ഈ അലർജി വരുന്നത്. അതായത് നമുക്ക് എന്തോ പറ്റാത്തത് ആയിട്ട് ബോഡി റിയാക്ട് ചെയ്യണതാണ് ഈ അലർജി എന്ന് പറയുന്നത്. ഒരു പൊരുത്തക്കേടെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഹിസ്റ്റമൈൻ ആണ് ഈ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് മാർക്കറ്റിലെ ആന്റി ഹിസ്റ്റമൈൻ പ്രോഡക്ട്സ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതായത് ഈ അലർജി തുടങ്ങുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ പല രീതിയിലുള്ള ആന്റി ഹിസ്റ്റമൈൻ പ്രോഡക്ട്സ് ഉണ്ട്. പക്ഷെ അത് പലപ്പോഴും നമുക്ക് ഉറക്കം ഇല്ലാണ്ടാക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുവരും. പിന്നെ ഡയബറ്റിക് പേഷ്യൻസിന് പറ്റുന്നതല്ല, കാരണം അത് ഷുഗർ ബേസ്ഡ് ആണ് പല പ്രോഡക്റ്റും, ആൽക്കഹോൾ കണ്ടന്റ് അതിനകത്ത് ഉണ്ടാവാറുണ്ട്, അങ്ങനെ കുറെ ഇഷ്യൂസ് അതിനകത്തുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ മാർക്കറ്റിനുള്ളതിൽ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ കഫ്നിൽ. അവൻ എന്താ ചെയ്യണെന്ന് വെച്ചാൽ, എന്താണ് റൂട്ട് കോസ്, ആ കാരണത്തിൽ ചെന്ന് അവൻ ആക്ട് ചെയ്യും. കാരണത്തിൽ ചെന്ന് ആക്ട് ചെയ്തിട്ട് ഈ മാസ്റ്റർ സെൽസ് പൊട്ടുമ്പോഴാണ് ഹിസ്റ്റമൈൻ റിലീസ് ചെയ്യണത്, ഈ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കണത്. അപ്പൊ ഈ ഹിസ്റ്റമൈന് റിലീസ് ആവാതെ മാസ്റ്റർ സെൽസ് പൊട്ടാതെ നോക്കും. അതാണ് ഇത് ചെയ്യണം. അപ്പൊ ഈ ഹിസ്റ്റമൈൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉണ്ടെങ്കിൽ തന്നെ അത് യൂറിനിൽ കൂടെ പുറം തള്ളാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇതാണ് നമ്മുടെ കഫ്നിൽ ചെയ്യുന്നത്. അലർജിക് കഫുള്ള എല്ലാവർക്കും നമുക്കിത് കഴിക്കാം. അതായത് സിവിയർ ആയിട്ടുള്ള ഇറിറ്റേഷൻസ് തൊണ്ടയിലുള്ള ആൾക്കാര്, എപ്പോഴും ചുമ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, തൊണ്ട വേദനയുള്ള ആൾക്കാർക്ക് എല്ലാം നമ്മുടെ കഫ്നില്. പിന്നെ അലഞ്ഞപ്പോ നേരത്തെ ഞാൻ പറഞ്ഞു, അലർജി മൂലം ഉണ്ടാവുന്ന ചുമ, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരിക, നമുക്കൊരു ഒരു വീസിങ് പോലെ, അല്ലെങ്കിൽ ഒരു ശ്വാസം മുട്ട് പോലത്തെ ഒരു ഇഷ്യൂ, അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും നമുക്ക് ഈ നമ്മുടെ ഇത് കഴിക്കാവുന്നതാണ്. ഇപ്പൊ നമുക്ക് ചുമയുള്ളപ്പോ കഴിക്കുന്ന പോലെ തന്നെ ഈ ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് ഇത് സ്ഥിരമായിട്ട് നമുക്ക് ഒരു കോഴ്സ് പോലെ കഴിച്ചാൽ നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ദുഷിച്ച കഫത്തിനെയും പുറത്ത് കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആ സൈഡ് ഇഫക്റ്റ് നമുക്കില്ല. ഇതിനകത്ത് ആൽക്കഹോൾ കണ്ടന്റ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. കൂടാണ്ട് ഡയബറ്റിക് പേഷ്യൻസിന് വളരെ
ഫേവറബിൾ ആണ്, അവർക്കും കഴിക്കാവുന്നതാണ്. സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിലെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് പോലെ യൂസ് ചെയ്യാവുന്നതാണ്, അവിടെ വെക്കാവുന്നതാണ് നമ്മുടെ ഈ ഇമ്മ്യൂണിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ഈ ഒരു 3 പ്രോഡക്റ്റും. കവചപ്രാശം, അതേപോലെ ബിലോ 37 ആൻഡ് കഫ്നെൽ. ഇത് 3ഉം ഈ ഒരു സീസണില് വളരെ അത്യാവശ്യമാണ്. ഈ ഒരു സീസണിലേക്ക് നോക്കി നിൽക്കാണ്ട് കവചപ്രാശം 365 ദിവസവും കഴിക്കുക എന്നുള്ളത് നമുക്ക് ഇങ്ങനത്തെ ഒരു സീസണെ പേടിക്കാണ്ട് നമ്മുടെ ഫാമിലിക്ക് മുമ്പോട്ട് പോവാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യണതാണ്. പിന്നെ ബിലോ 37 ഒരു വീട്ടിൽ എന്നും ഉണ്ടാവണം. പനി വരുമ്പോൾ ക്രോസിനോ പാരസെറ്റമോളോ എടുത്ത് കഴിക്കണ പോലെയല്ല. നമ്മുടെ ബോഡിയിലെ ഒരു മാറ്റം, ഒരു ചെറിയ രീതിയിൽ നമുക്കൊരു വയ്യായ വരുന്നുണ്ടോ എന്നൊരു സംശയം തോന്നുന്ന സമയത്ത് തന്നെ നമുക്കിത് എടുത്ത് കഴിക്കാവുന്നതാണ്. നമ്മുടെ വലിയ വലിയ രീതിയിലേക്ക് പനി വന്നാൽ നമുക്കറിയാം ഇന്ന് എത്ര ദിവസമാണ് നമ്മുടെ ഓരോരുത്തരുടെയും പോയി കിട്ടണേ പനി വന്നു കഴിഞ്ഞാൽ, ചുമ വന്നു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇത് സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടില് ഹാൻഡി ആയിട്ട് നമ്മുടെ ഷെൽഫിൽ എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ പാകത്തിനുള്ള ഒരു 3 പ്രോഡക്റ്റ് ആണ്. അത് എല്ലാ വീടുകളിലും ഉണ്ടാവണം. നിങ്ങൾക്ക് ചെറിയ ചെറിയ വയ്യാകളിൽ നിന്ന് വലിയ വലിയ വയ്യായകൾ വന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാണ്ടിരിക്കാൻ. പ്രത്യേകിച്ച് ഇപ്പൊ കൊറോണ 2ാമത് തല പൊക്കിയിട്ടുണ്ടെന്ന് നമ്മൾ കേട്ടു. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കവചപ്രാശം ഉണ്ടാവണം. എല്ലാവരും കവചപ്രാശം എല്ലാ ദിവസവും ഒരു സ്പൂൺ കഴിക്കണ ശീലം കൊണ്ടുവരണം. കാരണം കൊറോണ വന്ന സമയത്ത് നമുക്കറിയാവുന്നതാണ്, സ്ഥിരമായി കവചപ്രാശം കഴിച്ചിരുന്ന വയസ്സായ ആൾക്കാരിൽ പോലും വീട്ടിൽ മൊത്തം കൊറോണ വന്നിട്ടും അവർക്ക് ആർക്കും വന്നിരുന്നില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊറോണയുടെ കുഴപ്പമോ അല്ലെങ്കിൽ നമുക്ക് പകർച്ചവ്യാധി ആയിട്ടുള്ള വൈറസുകളുടെ കുഴപ്പമോ അല്ല. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ നിന്ന് ഇല്ലാണ്ടായിക്കണ ഇമ്മ്യൂണിറ്റിയാണ് ഇതിനൊക്കെ കുഴപ്പം. അപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് ആ ഇമ്മ്യൂണിറ്റി തിരിച്ചു കൊണ്ടുവന്ന് അതിനെ ചെറുത്ത് നിർത്താനുള്ള ഒരു ആരോഗ്യം, അതിനുള്ള ആ ഒരു നമ്മുടെ ബോഡിയെ ആ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് എല്ലാവരും ഈ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യണം എന്ന് പറയുന്നു. അപ്പൊ ഇതാണ് ഇന്ന് നമ്മൾ സംസാരിച്ച 3 പ്രോഡക്റ്റ്. ഈ 3 പ്രോഡക്റ്റും നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കുടുംബത്തിലും. ഇതിപ്പോ സ്കൂൾ തുറക്കാൻ റെഡിയായി കുഞ്ഞുങ്ങൾ എല്ലാ എന്താ പറയുക സാധനങ്ങളും അവരുടെ ബുക്കും ബാഗും യൂണിഫോമും ഒക്കെ വാങ്ങി വളരെ ഹാപ്പി ആയിട്ട് സ്കൂൾ തുറക്കാൻ റെഡി ആയിട്ടിരിക്കുക. പക്ഷെ ഈ മഴ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ സ്കൂൾ തുറക്കണ അന്ന് തന്നെ എത്ര കുട്ടികൾ സ്കൂളിൽ പോകുന്ന അറിയില്ല. അപ്പൊ എല്ലാ വീടുകളിലും അമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം പോവാണ്ടിരിക്കാനുള്ള ഈ കവചപ്രാശം ദിവസവും കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത്. അവർക്ക് കഴിക്കേണ്ട രീതിയിൽ അവർ കഴിക്കട്ടെ. ഒരു സ്പൂൺ എടുത്ത് അങ്ങനെ തന്നെ കുട്ടിയുടെ വായിലേക്ക് കൊടുത്തിട്ട് വിഴുങ്ങാനൊന്നും പറയരുത്. ചിലപ്പോൾ കുട്ടികൾക്ക് അത് അങ്ങനെ കഴിക്കാൻ അറിയില്ല. ഒരു സ്പൂണിൽ കൊടുത്തിട്ട് അവർ കുറേശ്ശെ കുറേശ്ശെ നക്കി നക്കി കഴിച്ചോട്ടെ. അവർക്ക് അതൊരു ശീലമാക്കി കൊണ്ടുവരിക. അതിന്റെ ഗുണം എന്തൊക്കെയാന്നുള്ളത് ആ കുട്ടികളോടും കൂടെ പറഞ്ഞു കൊടുക്കുക. കാരണം നല്ല കളർ ഉണ്ടാവും, മുടി ഉണ്ടാവും, ഭംഗി വെക്കും എന്നൊക്കെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്താൽ അവർ കഴിച്ചോളും. അവർക്ക് മനസ്സിലാവണ ഭാഷയിൽ പറഞ്ഞു കൊടുത്താൽ ഇത് തല്ലിക്കൂട്ടി കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമല്ലാണ്ട് കഴിക്കും. അങ്ങനെയല്ല, അവർക്ക് അറിയുന്ന അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അവർക്ക് മുടി വളരണം ഇഷ്ടം, അവർക്ക് ഭംഗി വെക്കണം, അവർക്ക് കളർ വെക്കണം, അവർക്ക് നല്ലോണം ഒരു കുട്ടി നല്ലോണം എനർജി വേണം ഡാൻസ് കളിക്കാൻ, ആ എനർജി കിട്ടും. അങ്ങനെ അവർക്ക് അറിയുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുത്താൽ ചെറിയ കുട്ടികളാണെങ്കിൽ അത് കഴിച്ചോളും. മുതിർന്നവർക്ക് നമ്മൾ ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എല്ലാവരും അത് ഏറ്റെടുക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ 3 പ്രോഡക്റ്റ്. ഈ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ ഫാമിലിയിലെ എല്ലാ ആൾക്കാർക്കും ഇത് പറഞ്ഞു കൊടുക്കുക. ആർക്കൊക്കെയാണ് ഇത് ആവശ്യം എന്നുള്ള ഒരു ചിന്ത അവിടെ ഇല്ല, എല്ലാവർക്കും ഇത് ആവശ്യമാണ്. അപ്പൊ ആവശ്യമുള്ള എല്ലാ കുടുംബത്തിലേക്കും ആരോഗ്യം എത്തിക്കാൻ വേണ്ടി ബേസിക് ആയിട്ടുള്ള 365 ദിവസം എല്ലാ ഋതുക്കളിലും എല്ലാ സീസണിലും കഴിക്കാൻ പറ്റുന്ന ഈ പ്രോഡക്റ്റിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ സെഷൻ ഇവിടെ ക്ലോസ് ചെയ്യാണ്. എല്ലാവരും അത് ഏറ്റെടുക്കുക. ആരോഗ്യത്തോടുകൂടെ എല്ലാവരും ഈ ഒരു മഴക്കാലം അല്ലെങ്കിൽ ഈ ഒരു മഴ സീസണും കൂടെ കഴിഞ്ഞു പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷനോട് ക്ലോസ് ചെയ്യണം. താങ്ക് യു.